തൃശ്ശൂരിലെ പോര് തീരുന്നില്ല. തൃശ്ശൂരിലെ കോൺഗ്രസിൽ വീണ്ടും പോര് ശക്തമാക്കിക്കൊണ്ട് പോസ്റ്റർ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു, തുടരുന്നു. ടി.എൻ. പ്രതാപനെതിരെ തൃശ്ശൂരിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ തെളിവെടുപ്പും ഇന്ന് തൃശ്ശൂരിൽ നടക്കുകയാണ്. ജില്ലയിലെ നേതാക്കളോട് വിവരങ്ങൾ തേടുമെന്നും DCCയിലെ കൂട്ടത്തല്ല് ദൗർഭാഗ്യകരമാണെന്നും സമിതി അധ്യക്ഷൻ KC ജോസഫ് നേരത്തെ പ്രതികരിക്കുകയും ചെയ്തു. DCC ഓഫീസിന് മുന്നിലും തൃശൂർ പ്രസ് ക്ലബിന് സമീപത്തുമാണ് രാവിലെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ടി.എൻ. പ്രതാപൻ കോൺഗ്രസിന്റെ ശാപമാണെന്നും RSS സംഘപരിവാർ ഏജന്റായ പ്രതാപനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കണമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നു. സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിരുന്ന ടി.എൻ. പ്രതാപൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഗൾഫ് ടൂറും ബിനാമി കച്ചവടങ്ങളും നടത്തിയതായും പോസ്റ്ററിൽ ആരോപണമുണ്ട്. മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ KPCC 3-അംഗ സമിതിയുടെ തെളിവെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് KC ജോസഫ്, R ചന്ദ്രശേഖരൻ, T സിദ്ദിഖ് എന്നിവർ ഉൾപ്പെട്ട 3-അംഗ സമിതിയാണ് KPCC നിർദ്ദേശപ്രകാരം തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. DCCയിലെ കൂട്ടത്തല്ല് ദൗർഭാഗ്യകരമാണെന്നും സമിതി അധ്യക്ഷൻ KC ജോസഫ് പറഞ്ഞു. തൃശ്ശൂരിലെ പരാജയം വളരെ ഗൗരവമായൊരു കോൺഗ്രസ് പാർട്ടിക്ക് ഗൗരവമായ പ്രശ്നം തന്നെയാണ്. അപ്പോൾ കാരണങ്ങൾ പഠിച്ച ശേഷം ബാക്കി അഭിപ്രായം പറയാം. അതെല്ലാം ആ സംഭവങ്ങളൊക്കെ വളരെ ദൗർഭാഗ്യകരമായി പോയി. വളർന്നു കിടന്ന് ഉപ്പിയാൽ നമ്മുടെ മുഖത്തെ വീഴത്തുള്ളൂ. അതുകൊണ്ട് അതെല്ലാവരും മനസ്സിലാക്കണം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും നേതാക്കളെ കണ്ട് വിവരങ്ങൾ അന്വേഷിക്കുമെന്നും KC ജോസഫ് അറിയിച്ചു. ടി.എൻ. പ്രതാപനെതിരെയുള്ള പോസ്റ്ററുകൾ പതിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസുകാരല്ല പോസ്റ്റർ പതിച്ചത് എന്ന നിലപാടിലാണ് നേതാക്കൾ.